താൻ കണ്ടില്ലേ പാട്ട്? പാട്ട് കുറച്ചേ കണ്ടോളൂ, സത്യം പറയാലോ. ഇരുന്ന് കാണും. യൂട്യൂബ് ഇല്ല, ഈ ഇന്റർവ്യൂ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. യൂട്യൂബ് ഇടുക്ക് 2 ഘട്ടം അത് എഡിറ്റ് ചെയ്ത് പോയാലും കുഴപ്പമില്ല, ഇവിടെ നിന്ന് കാണിച്ചിട്ടേ ഉള്ളൂ. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ പറയുന്ന പോലെ കഥയെ നയിക്കുന്നവരാരോ അത് നായകൻ, അത് നായിക എന്നുള്ള കൺസെപ്റ്റാണ്. ബിപിന്റെ കൂടെ മുമ്പ് ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു കുഞ്ഞു സീനില്. ഏതാന്ന് പറയാവോ? അമർ അക്ബർ ബ്രില്യന്റ്. അവിടെ ഈ ഷോട്ട് എടുക്കണതിന്റെ ഇടയിൽ തന്നെ അവിടെ പാട്ടും വൈബും. എന്നിട്ട് ഞാൻ മറ്റേ ഇന്നസെന്റ് ആയിട്ട് പറഞ്ഞല്ലേ എന്റെ കോൺസെൻട്രേഷൻ പോകണു, ഞാൻ ഡയലോഗ് പറഞ്ഞു. ഈ സാധനം ഇടക്കിടക്കില്ലേ നമ്മുടെ ഈ പാകിസ്ഥാനെ പറ്റി അനുകൂലമായിട്ട് ഓക്കെ അല്ലേ? ഞാൻ അടിപൊളിയാണ്, താങ്കൾ ഓക്കെയാണോ? ഞാൻ ഓക്കെയാണ്, കുറച്ച് വിഷമുണ്ട്. മാറിയിരുന്ന് കരഞ്ഞോളൂ. ഞാൻ വിഷ്ണു വെടിക്കെട്ട് എന്ന് പറഞ്ഞ പടത്തില് 230 സംതിങ് ആളുകൾക്കാണ് അവസരം കൊടുത്തത്, അഭിനയം മാത്രം. ഡയറക്ഷനിൽ ഇപ്പൊ എന്തായാലും ഇല്ല, കാരണം ഇപ്പൊ മുടിയൊക്കെ പിന്നെ ഒന്ന് തിരിച്ചു വന്നല്ലേ ഉള്ളൂ. ഡയറക്ഷനും മുടി ടെൻഷൻ അടിച്ച് അവർക്കൊക്കെ അത്യാവശ്യം പണി അറിയുന്ന ആൾക്കാരായിട്ട് എനിക്ക് തോന്നുന്നു. നിന്റെ കാര്യം ചോദിച്ചത്? എന്റെ കാര്യം, എന്റെ കാര്യം ചോദിക്കണേ നിങ്ങളോട് ചോദിക്കണം. ഞങ്ങൾക്കൊരു വ്യൂവേഴ്സ് കൂടണം, പറ്റുകയാണെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബ്. നമസ്കാരം. കൂടൽ എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ ഇന്നുള്ളത് ബിബിൻ ജോർജ്, മരീന മൈക്കൽ, ഡയറക്ടർ ഷാഫി എപ്പിക്കാട് ആൻഡ് ക്യാമറാമാൻ ഷജീബ് പപ്പ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കൂടൽ എന്ന സിനിമയിൽ നിന്ന് ഞങ്ങൾ പ്രേക്ഷകർ എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഒരു പ്രേക്ഷകൻ എന്തൊക്കെയാണ് ഒരു സിനിമയിൽ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം കൂടലിലുണ്ട്. ആ, അപ്പം അതുകൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷയെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഫസ്റ്റ് മറ്റേ ക്യാമ്പ് റിലേറ്റഡ് ആയിട്ടൊക്കെ വരുന്ന ഒരു സ്റ്റോറി. അപ്പം എന്താ പറയാ, ട്രെയിലറൊക്കെ കണ്ടപ്പോൾ എന്തൊക്കെയോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളൊരു ഫീൽ കിട്ടുന്നുണ്ട്. എന്താണത്? വൺ ഓഫ് ദി ഡയറക്ടർ പറയും. 2 ഡയറക്ടേഴ്സ് ആണ്, ഷാനിക്ക ഉണ്ട്. അപ്പം ഇന്റർവ്യൂ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരാളിരുന്നാണ് ഇതിനകത്ത്. വിമിഞ്ഞേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുടെ കൂടലാണ് ഈ സിനിമ. പാട്ടുകളുടെ കൂടൽ, സ്നേഹത്തിന്റെ കൂടൽ, നേരത്തെ പറഞ്ഞ തല്ലുകൂടൽ, എല്ലാ കൂടലുകളും ഇതിനകത്തുണ്ട്. അതിനകത്തൊരു കുഞ്ഞു സർപ്രൈസ് കൂടെ ഉണ്ട്. അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ സർപ്രൈസ് ആയില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു എല്ലാ പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്താൻ പറ്റും എന്നുള്ളൊരു വിരുന്നായി ഞങ്ങൾ നൽകുന്നുണ്ട്. ഇനി അതൊക്കെ ഏറ്റിട്ടുണ്ടോ എന്ന് പ്രേക്ഷകർ തീരുമാനിക്കണം. അതെ, മെറീനയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു? ബിബിൻ ചേട്ടന്റെ ഹീറോയിൻ ആയിട്ടല്ലേ, എങ്ങനെയുണ്ടായി? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇല്ല, ബിപിന്റെ കൂടെ മുമ്പ് ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു കുഞ്ഞു സീനില്. ഏതാന്ന് പറയാവോ? നിങ്ങൾ കണ്ടതാ? താൻ കണ്ടിട്ടുണ്ട്, കൺഫേമാ. അമർ അക്ബർ ബ്രില്യന്റ്. കാരണം ചില ആൾക്കാരുടെ അടുത്തല്ലേ ചോദിക്കുമ്പോഴും അപ്പൊ അതിനുശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഉള്ള വൺ ഓഫ് ദി അട്രാക്ഷൻ എന്ന് പറയുന്നത് ബിപിൻ തന്നെയായിരുന്നു. കാരണം ബിപിൻ അത്യാവശ്യം ടെക്നിക്കലി എല്ലാം ചെയ്യുന്നത് കൊണ്ട് വർക്ക് കുറച്ച് എന്താ പറയാ, ഡിറക്ഷൻ, പാട്ട് എല്ലാത്തിലും കൈവച്ചതുകൊണ്ട് ബിപിൻ ചൂസ് ചെയ്യുന്ന ഒരു പരിപാടി അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതായിരിക്കും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം പിന്നെ സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലും ഭയങ്കര ഡിഫറെന്റ്. ഞങ്ങളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അല്ലല്ല, എനിക്ക് നിങ്ങളെ എന്നെക്കാൾ വിശ്വാസമാണ്. അല്ല, പുതിയൊരാള് ചെയ്യുമ്പോ എപ്പോഴും നമുക്ക് ടെൻഷനാണ് ചേട്ടാ. അത് എന്തൊക്കെ പറഞ്ഞാലും നമ്മളിപ്പോ പുതിയ ഡയറക്ടേഴ്സ്, ഇപ്പൊ എനിക്കും വിഷ്ണുവിനൊക്കെ ആണെങ്കിൽ തന്നെ ഭയങ്കര എസ്റ്റാബ്ലിഷ് ആയ ആളുകളല്ലല്ലോ വിളിക്കുന്നത്, കൂടുതലും പുതിയ ആളുകളാണ്. അവര് കയറാനും എല്ലാം കൂടി വരുന്നതാണ്. അപ്പോൾ നമ്മൾക്കപ്പോൾ ആകെയുള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മൾക്ക് ബാക്കിയുള്ള ബാക്കപ്പുകൾ നന്നാക്കുക എന്നുള്ളതാണ്. ക്യാമറ അല്ലെങ്കിൽ അസോസിയേറ്റ്, ഇതൊക്കെ നമ്മൾ പറയും ചേട്ടാ നല്ലൊരു, കാരണം ഇത് എന്തെങ്കിലും ഒന്ന് സിനിമയാണ് മാറിക്കഴിഞ്ഞാൽ മൊത്തം പാളും. ഇപ്പം ഇവിടെ ആണെങ്കിൽ ക്യാമറ ഷജീർക്ക് പുള്ളിയും പുതിയതായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെന്ന് പറയരുത്, നിങ്ങളെ പരിപൂർണമായിട്ട് വിശ്വസിച്ച് തന്നെയാണ് ഞങ്ങൾ ഓരോ ഫ്രെയിമിലും നിന്നേക്കുന്നത്. ഞങ്ങൾക്ക് ആക്ച്വലി ഒരു വെല്ലുവിളി എന്ന് വെച്ചാൽ ബിജുചേട്ടനോട് ഈ സ്ക്രിപ്റ്റ് പറയുമ്പോൾ തന്നെ, ബിജുചേട്ടൻ ഈ എല്ലാ മേഖലയും കൈകാര്യം ചെയ്ത ഒരാളാണ്. വർക്ക് തുടങ്ങിയ മുതൽ വെച്ചാൽ സീനിയർ ക്യാമറാമാൻമാരെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, സ്ക്രിപ്റ്റ് എഴുതും, ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തുടക്കക്കാരൻ നിലക്ക്, പക്ഷേ ബിജുചേട്ടൻ ഞങ്ങളുടെ ഒരു നല്ല സപ്പോർട്ടീവായിട്ട് നിന്നു ഇതുവരെ. അല്ല, അത് തന്നെയാണ് മെയിൻ. ചേട്ടനും മറീനയിലും ഒക്കെ നമ്മള് സ്ക്രീനിൽ കാണുന്ന ആളുകളാണല്ലോ. അപ്പൊ അവര് അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഞങ്ങളുടെ കൂടെ അവരെ എന്താ പറയാ കൂടുതലും കൂടെ ഇതിനകത്തുണ്ട്. ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങളൊരു പറഞ്ഞ പോലെ ശരിക്കും ഒരു ക്യാമ്പ് ആണ് നമ്മുടെ കഥ. അപ്പം ആ ക്യാമ്പ് പോലെ തന്നെ ഒരു കൂടൽ തന്നെയായിരുന്നു
പടം ഒട്ടാകെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട് ഇതിൽ. അതെ, ഈ പറയുന്ന പോലെ 24-25 മാമലക്കണ്ടം എല്ലാരും കൂടി കൂടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടു സാറ് പറയാൻ വേണ്ടിയിട്ട്. അതെന്താ സംഭവം, നിങ്ങൾ എല്ലാരും ഉണ്ടോ അവിടെ? പോരുന്നോ? അതും പറഞ്ഞ പോലെ പോരുന്നോ ഞങ്ങളുടെ കൂടെ? സിനിമക്ക് ഒരുപാട് പ്രൊമോഷൻ രീതികളുണ്ട്. സാധാരണ കോളേജ് അതല്ലെങ്കിൽ ഞങ്ങൾ തന്നെ കുറെ ഈവെന്റ്സ് ഒക്കെ ആയിരുന്നു. അപ്പൊ നമ്മുടെ സിനിമയുടെ ഒരു ഞങ്ങൾക്ക് ഉള്ള ചെറിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ക്യാമ്പിംഗ് എന്ന് പറയുന്ന സാധനം, ഈ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ് എന്ന് പറയുന്നത് വളരെ ജനകീയമായിട്ടൊന്നുമില്ല നമ്മുടെ കേരളത്തിൽ. കാരണം ഒരു യങ്സ്റ്റേഴ്സിന്റെ അത്രയും ഈ യാത്ര വൈബുള്ളവർ മാത്രം കൂടി ഇതെന്താന്ന് അറിയില്ല ആളുകൾക്ക്. അപ്പം ഞങ്ങൾ ആൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ ആൾറെഡി പ്രേക്ഷകർക്ക് ഇങ്ങനെ ഒരു ക്യാമ്പൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ടുള്ള ഒരു അവബോധം ആദ്യം കൊടുക്കണമല്ലോ. അപ്പം ഒരുപാട് ടീം നമ്മളെ വിളിച്ചു, പോസ്റ്ററൊക്കെ ഇറങ്ങിയ ശേഷം ഞങ്ങളുടെ ക്യാമ്പിലേക്ക് വരുമോ എന്ന് ചോദിച്ചപ്പം പിന്നെ ഞങ്ങൾ നല്ലൊരു ടീമിനെ തന്നെ സെലക്ട് ചെയ്തു. അപ്പം അതിലൂടെ ഞങ്ങൾ അതും കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്, എന്താണ് ക്യാമ്പിനകത്ത് നടക്കുന്നത് എന്നുള്ളൊരു കാര്യം കൊടുക്കും. അതെ, അപ്പൊ നിങ്ങൾ എല്ലാരും ഉണ്ടാവുന്നാണോ? ഫുൾ ടീം ഉണ്ടാവും. ഓ, അപ്പൊ അതിന് വേണ്ടിട്ട് ഭയങ്കര എന്താ പറയാ ടൈം ഉണ്ടെങ്കിൽ ഞാനും വരാം. ഓക്കെ, അപ്പം ഇതില് ഏകദേശം 4 ഹീറോയിൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം റിയ, പിന്നെ അനു സിത്താരയുടെ അനിയത്തി അനു സോനാര ഉണ്ടെന്നൊക്കെ പറഞ്ഞു. 4 ഹീറോയിൻസിനെ വെച്ചിട്ട് ഫസ്റ്റ് ഫിലിം എങ്ങനെയുണ്ടായിരുന്നു? അത് അല്ല, 4 ഹീറോയിൻസിനെ വെച്ചിട്ട് അത് ഇതില് ഹീറോയിൻസിനേക്കാൾ കൂടുതൽ ഇതില് ഭയങ്കര ക്രൗഡിങ് ആയിരുന്നു. കാരണം ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 35ഓളം പേരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് സിനിമയിലൊരു 80% ക്യാമ്പ് തന്നെയാണ് സബ്ജക്റ്റ്. അപ്പം ഇവരെല്ലാവരെയും കൂടെ മാനേജ് ചെയ്യുന്ന പാടെ ഇവരെയും കൂടെ 4 പേരും കൂടെ അല്ലേ അതില്ലടോ. ഇവിടെ അവര് ഫുൾ ക്യാമ്പിങ് തന്നെയായിരുന്നു. അവിടെ ബഹളം, പാട്ട്, പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കേ. ഞാൻ ഇവരുടെ ഇതൊക്കെ എടുക്കുന്ന ആളാണ്, അതായത് ഈ ക്യാമ്പ് നടത്തുന്ന ആളാണ്. എനിക്കാണെങ്കിൽ കണ്ടില്ലേ ഈ മറ്റേ അതേപോലത്തെ ഡ്രസ്സ് അങ്ങ് ഇട്ട് തന്നിട്ട് ആ കളസവും കിട്ടി കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ എനിക്ക് ഫുൾ ഡയലോഗും പരിപാടികളെ, അതൊരു 3-4 പേജ് ഡയലോഗുകളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ ഞാൻ ഒറ്റ സ്റ്റേജിൽ പറയണം, ഒരു ലെക്ചറിങ് ഫീൽ ഉണ്ട് ഇതിന്. അറിയാലോ, വേറെ ആർക്കും അല്ലെങ്കിൽ കൗണ്ടർ ടു കൗണ്ടർ പറയുമ്പോൾ നമുക്ക് ഡയലോഗ് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് പോലെ അറ്റൻഷൻ സീക്കറാണ്. ഇങ്ങനെ നിന്നിട്ട് ഇതാണ് സാധനം. ഇതിങ്ങനെ പറയുന്നതിന്റെ ഇടയിൽ അവിടെ ഈ ഷോട്ട് എടുക്കണതിന്റെ ഇടയിൽ തന്നെ അവിടെ പാട്ടും വൈബും. എന്നിട്ട് ഞാൻ മറ്റേ ഇന്നസെന്റ് ആയിട്ട് പറഞ്ഞല്ലേ എന്റെ കോൺസെൻട്രേഷൻ പോകണു, ഞാൻ ഡയലോഗ് പറഞ്ഞു. ഈ സാധനം ഇടക്കിടക്കില്ലേ. കാരണം എന്താ വെച്ചാൽ അവരൊക്കെ വെച്ചാൽ പുതുമുഖങ്ങളാണ്, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസും പുതുമുഖങ്ങളാണ്. പിന്നെ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്ക് ഒരു സിനിമ സെറ്റുള്ള അച്ചടക്കങ്ങളോ കാര്യങ്ങളോ ഒരു ഷോട്ട് കഴിയുമ്പോൾ അവർ പോയിട്ടുണ്ടാവും, അവർക്ക് അവരുടേതായ. പിന്നെ ശരിക്കും ക്യാമ്പിൽ വെച്ചിട്ടുള്ള ഷൂട്ടിങ്, അത് വട്ടപ്പാടി പോലത്തെ ഒരു സ്ഥലത്ത്, നല്ല മഞ്ഞൊക്കെ ഉള്ള സ്ഥലത്ത്. പിന്നെ ഇതിന്റെ അകത്ത് ഒരുപാട് കലാകാരന്മാരുണ്ട്, പിന്നെ മ്യൂസീഷ്യൻസ് ഉണ്ട്, സിംഗേഴ്സ് ഉണ്ട്. അപ്പൊ ഇവര് കൂടുമ്പോ സ്വാഭാവികമായിട്ടും അപ്പൊ പാട്ട്. പക്ഷെ അവിടെ പാവപ്പെട്ട ഒരുത്തൻ ഡയലോഗ് തൊണ്ടേ ആശുപത്രിയിലായതായി അറിഞ്ഞിട്ടില്ല. ഇപ്പൊ എന്താ വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ച് നന്നായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് മഴ കാര്യങ്ങൾ, അവിടെ മഴ വന്നാൽ അവിടെ പ്രൊഡ്യൂസറും കൺട്രോളും ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ഇവിടെ പാട്ടും പരിപാടിയായിരിക്കും, മഴപ്പാട്ടുണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ക്യാമ്പിന്റെ ഇടയ്ക്ക് നിങ്ങൾ എങ്ങനെ ഫിലിം ഷൂട്ട് എങ്ങനെയുണ്ടായിരുന്നു? അതായത് ബിബിൻ ചേട്ടൻ ഈ 4 ഹീറോയിൻസിനെ ബാലൻസ് ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടായോ? ഇല്ല എടോ, ഞാൻ ഇന്നാളും ഞാൻ പറഞ്ഞു, കൊറേ നേരമായിട്ട് പറയുന്നുണ്ട്. അതായത് ഇത് ഞാൻ ഹീറോയിൻസും ഹീറോ കൺസെപ്റ്റിലുപരിയായിട്ട് നമ്മൾ പണ്ട് തുടങ്ങി നമ്മൾ ഈ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ പറയുന്ന പോലെ കഥയെ നയിക്കുന്നവരാരോ അത് നായകൻ, അത് നായിക എന്നുള്ള കൺസെപ്റ്റാണ്. അല്ലാതെ ഹീറോയിൻസ് എൻ്റെ ഹീറോയിൻസ് എന്ന് പറഞ്ഞ സെക്ഷൻ അല്ല ഇത്. അവരുടെ കഥയാണിത്. ഈ 4 ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കഥയിലേക്ക്, അവരുടെ പ്രശ്നങ്ങളിലേക്ക്, അവരുടെ സൗഹൃദങ്ങളിലേക്ക് എൻ്റെ വരവാണ് ഇതിൻ്റെ മുന്നോട്ടുള്ള യാത്ര. ഇതിൽ ഞാൻ ആരാണ്, എങ്ങനെയാണിത് അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് സത്യത്തിൽ ഇത് പ്രതിപാദിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ അല്ല, നമ്മള് ഫിലിമിനെ പറ്റിട്ട് കേൾക്കുന്നത് അതൊക്കെ ഈ ദുഷ്ടന്റെ പണി. അതൊക്കെ നമ്മുടെ ഹീറോയിൻസ് എന്ന് പറയുമ്പോൾ ഈ നായക കഥാപാത്രത്തിന്റെ ഹീറോയുടെ കാമുകിമാരാവണം എന്നുള്ള അതൊക്കെ നമ്മുടെ കൺസെപ്റ്റ് ആണ്. അതായത് പ്രണയം മാത്രമല്ലല്ലോ സിനിമക്ക്. ഇപ്പൊ പ്രണയം അല്ലെങ്കിലും സിനിമയിൽ ഹീറോയിൻ ഉണ്ട്. അപ്പം 4 പേർക്കും തുല്യ പ്രാധാന്യം കഥയിലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ആ കൺസെപ്റ്റ് വെച്ചിട്ട് നൈസായിട്ട് അങ്ങ് മാർക്കറ്റ് 4 നായികമാരുണ്ടെന്നൊക്കെ. അപ്പം എനിക്ക് തോന്നുന്നു ബിബിൻ ചേട്ടൻ ഇതിനകത്ത് പാട്ട് പാടിയിട്ട് അതിപ്പോ റിലീസ് ഏകദേശം 5 ലക്ഷം വ്യൂസ് വരെ നമ്മുടെ യൂട്യൂബിൽ ആയിട്ടുണ്ട്.
എന്താ ഇനിയും കൂടണം. ഇനിയും കൂടണം. പിന്നെ എന്തായാലും കൂടൂല, അത് പിന്നെ കൂടൽ അതാണല്ലോ. എല്ലാത്തിന്റെയും കൂടെ വ്യൂവേഴ്സ് Views കൂടൽ, കൂടണം. അതൊരു പുതിയ കൂടലല്ല. ഇതുവരെ കിട്ടിയിട്ടില്ല. അതെ, വ്യൂസ് കൂടണം, ആൾക്കാർ കാണുന്നത് കൂടണം. അതെ, ഓക്കെ. അപ്പം ആ ഒരു സോങ്ങിന്റെ ഒരു ചിത്രീകരണ ടൈമില്, അതായത് ഈ 4 നായികമാരും വരുന്നുണ്ടല്ലോ, അങ്ങനെ അപ്പോ അതെങ്ങനെയുണ്ടായിരുന്നു? അതായത് പാടി അഭിനയിക്കുകയാണ്. മെറീനില്ല, ആ സോങ്ങിനകത്ത് പറയുന്നില്ല. ഇല്ല, താൻ കണ്ടില്ലേ പാട്ട്? പാട്ട് കുറച്ചേ കണ്ടോളൂ, സത്യം പറയാലോ. ആരും ഇരുന്ന് കാണും. യൂട്യൂബ് എടുക്ക്. ഇല്ല, ഈ ഇന്റർവ്യൂ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. യൂട്യൂബ് ഇടുക്ക് 2 ഘട്ടം അത് എഡിറ്റ് ചെയ്ത് പോയാലും കുഴപ്പമില്ല, ഇവിടെ നിന്ന് കാണിച്ചിട്ടേ ഉള്ളൂ. 5 മിനിറ്റ് അധികം പോയിക്കോട്ടെ, 3 ഇരുപുള്ളൂ. ഞാൻ പാട്ട് കുറെ ഇല്ല, ഇനി വേറെ ഡയലോഗ് ഇല്ല പാട്ട് കണ്ടു. ഇല്ലെങ്കിൽ ഞങ്ങളിപ്പോ പോയി. ഇപ്പൊ അത് എഴുന്നേറ്റ് പോണതിന്റെ ഒക്കെ കാണിച്ചിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ കാണിക്കേണ്ടി എന്ത് കുത്തി പറയുന്ന പോലെ. ഇനി നമ്മൾ ഇന്റർവ്യൂ ഞാൻ ഓൾറെഡി ഇവിടെ ഓണാക്കി വെച്ചിട്ടുണ്ടായി. ആണോ? ജസ്റ്റ് ഒന്ന് കണ്ടു. എങ്ങനെ 1.2 കാണാൻ പറ്റുമോ? 1.0 1.5 ഓൾറെഡി ഞാൻ പാട്ട് കേട്ടതാ. സീരിയസ് ആയിട്ട് അല്ല, ആകെ സിനിമയുടെ ഒരു കണ്ടന്റ് പുറത്തിട്ടോ, അത് നിങ്ങൾ കാണുക എന്നുള്ളത് മിനിമം പരിപാടിയാ. വേറെ എന്താ റെഫറൻസ് എടുക്കുക? ആ ചേട്ടാ, ഞാൻ ട്രെയിലർ കണ്ടു. ഇല്ലേ ചേട്ടാ, ഞാൻ കണ്ടില്ലേ? പോരാ. ഞാൻ ട്രെയിലർ കണ്ടില്ലേ? ഇനി കട്ട് ചെയ്തോ, ഞങ്ങൾക്കൊരു വ്യൂവേഴ്സ് കൂടണം. പറ്റുകയാണെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബ്. ഓൾറെഡി ഞാനിത് അവിടെ ഓൺ ആക്കി വെച്ചിട്ട് കേട്ടില്ല. അത് ഞാൻ ഇങ്ങനെ ഓക്കെ എന്നുള്ള രീതിയിലെല്ലാം കേട്ടിട്ടാണ്. നിങ്ങൾ സിനിമയും കാണണം കേട്ടോ. ഞാൻ എപ്പോഴും പറയും, ഒരു സിനിമയുടെ ഭാഗമാകുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ചോദ്യം ചോദിക്കുന്നവരും അല്ലെങ്കിൽ നമ്മളെ പ്രമോഷൻ ചെയ്യുന്നവരും സിനിമ നമ്മളുടെ മിനിമം, അത് മോശമായിക്കോട്ടെ നല്ലതായിക്കോട്ടെ, എന്തായാലും സിനിമ കാണണം. കാരണം നിങ്ങളും കൂടി ഇതിന്റെ ഭാഗമാണ്, പാർട്ടാണ്. അത് ഞാൻ വലിയ റിക്വസ്റ്റ് ചെയ്യാണ് എല്ലാവരോടും. ഈ കൂടുതൽ സിനിമ കാണാൻ വരുന്ന കൂട്ടത്തിൽ എന്തായാലും ഞാനും ഉണ്ടാവും. പാട്ടിൽ ഞാനില്ല, ആ പാട്ടിലില്ല. അതെന്തുകൊണ്ട്? എന്തുകൊണ്ടില്ല? അതാണ് ഒരു ചോദ്യം. അത് അതിനകത്തുള്ള സസ്പെൻസ് ആയിരിക്കും അല്ലേ? ഓക്കെ, പോയി. ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ. ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ, എന്നെ ഏറി കിട്ടിന്നൊക്കെ കുഴപ്പമില്ല. അയ്യോ, അത് പറഞ്ഞപ്പോഴാലോചിച്ച ഈ ഒരു പ്രമോഷന്റെ ഇടയ്ക്ക് എന്തോ പറഞ്ഞതിന്റെ പേരിലല്ലേ, ഈ പഹൽഗാം അറ്റാക്കിനെ പറ്റിയിട്ട് പറഞ്ഞതിന്റെ പേരിൽ മറീന അങ്ങനെ ഇതാവുന്നുണ്ടായിരുന്നല്ലോ. അത് ഈ പ്രമോഷന്റെ ഇടയ്ക്കല്ലായിരുന്നോ ആ ഒരു സംഭവം നടക്കുന്നത്? ഈ പാകിസ്ഥാനെ പറ്റി അനുകൂലമായിട്ട് പറഞ്ഞു. എന്റെ പൊന്നെ, എനിക്ക് ഹിന്ദി അറിയണോ? അങ്ങനെ തിരിച്ചു മനസ്സിലാവുന്നില്ല. ഇല്ല, ആ ചോദ്യം കട്ടെ. ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് അത് എങ്ങനെ ബാലൻസ് ചെയ്ത് പോയി. മറ്റേ ഓണത്തിന്റെ ഇടയിൽ ആ സാധനമാണോ? പേരില്ലാതെ ഒരു വരി പോലെ ഇന്റർവ്യൂവിൽ പറയരുതെന്നാണ്. ഇല്ല, ഓക്കെ, അത് ഞാൻ ഈ ഏറി കയറിയ കാര്യം പറയുമ്പോ പെട്ടെന്ന് ആലോചിച്ചതാ, അല്ലാണ്ട് വേറെ ഒന്നും അല്ല കേട്ടോ. ഓക്കെ അല്ലേ? ഞാൻ അടിപൊളിയാണ്. താങ്കൾ ഓക്കെയാണോ? ഞാൻ ഓക്കെയാണ്. കുറച്ച് വിഷമുണ്ട്, മാറിയിരുന്ന് കരഞ്ഞോളൂ. ഇന്ന് ഒരാളെപ്പോ ഇല്ല, ഞാൻ ഓൾറെഡി കരയുന്നുണ്ട്. എന്റെ കണ്ണ് ഇതായിട്ട് ഓൾറെഡി കരയുന്നുണ്ട്. സൺഗ്ലാസ് വേണ്ട ഒന്നും വേണ്ട. ഓക്കെ, നമുക്ക് ഫിലിമിലേക്ക് തന്നെ വരാം. അറിയാണ്ട് ക്വസ്റ്റ്യൻ മാറി. ഓക്കെ, അപ്പോ ഈ ഒരു ഫിലിം ഇനിയിപ്പോ റിലീസ് ആയി കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് ക്യാമ്പ് റിലേറ്റഡ് ആണ്. കുറെ സസ്പെൻസും കാര്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പിന്നെന്താ പറയാ, കുറെ ആൾക്കാരുടെ ഒരു ചേരലാണ്, പ്രത്യേകിച്ച് പുതുമുഖങ്ങളെ വെച്ചിട്ട് ഒരു ഫിലിം എടുക്കാന്ന് പറയുമ്പോൾ എത്രത്തോളം ഡിഫിക്കൽട്ട് ആണെന്നുള്ളത് നമ്മൾ ഇങ്ങനെ കേട്ട് ഉള്ള പഴക്കം മാത്രമേ ഉള്ളൂ. ഇത് കുറെ ഇൻഫ്ലുവൻസേഴ്സ് വരുന്നുണ്ട്. എനിക്ക് നല്ല അനുഭവം ഉണ്ട് അല്ലേ? ഞാൻ വിഷ്ണു വെടിക്കെട്ട് എന്ന് പറഞ്ഞ പടത്തില് 230 സംതിങ് ആളുകൾക്കാണ് അവസരം കൊടുത്തത്, അഭിനയം മാത്രം. അതെ, മ്യൂസിക് ഡയറക്ടേഴ്സ്, എഴുത്തുകാര് എല്ലാം പുതിയ ആളായിരുന്നു, മേക്കപ്പ് പുതിയതായിരുന്നു, അങ്ങനെ എല്ലാ മേഖലയിലും പുതിയ ആളുകളുടെ ഇതായിരുന്നു. ഞാൻ അതിനെപ്പറ്റി ചോദിക്കാം. വെടിക്കെട്ടിന് ശേഷം ഇനി വിഷ്ണു ഉണ്ണികൃഷ്ണനെയും വിപിൻ ചേട്ടനെയും ഇനി നമുക്ക് എന്നാ ഒരുമിച്ച് കിട്ടും എന്നുള്ള സാധനം? എഴുത്തിൽ കിട്ടും, ഡയറക്ഷനിൽ ഇപ്പൊ എന്തായാലും ഇല്ല. കാരണം ഇപ്പൊ മുടിയൊക്കെ പിന്നെ ഒന്ന് തിരിച്ചു വന്നല്ലേ ഉള്ളൂ. അപ്പൊ ഡയറക്ഷനും മുടി ടെൻഷൻ അടിച്ച് അത് എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ മുടി എന്റെ പോകുന്നുള്ളൊരു ധാരണ എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഷൂട്ടിന്റെ ഇടയിൽ നല്ല രീതിയിൽ കൊഴിഞ്ഞു. കാരണം അത്രയും സ്ട്രെസ്സാണ് ഈ പറയുന്ന ഡയറക്ഷൻ പരിപാടി. തൊപ്പി വെച്ചതെന്ന് മനസ്സിലായി. എന്തോ അതിൽ ഒളിപ്പിച്ചിട്ട് മനസ്സിലായില്ല.
ശരിയാ, ക്യാമറാമാനും ഡയറക്ടറും അതെ, അതെ, അതെ. കാരണം ഞങ്ങൾക്ക് 2 ഡയറക്ടറാണ്, അതുകൊണ്ട് ഞാൻ തൊപ്പി വെക്കൽ തുടങ്ങി. തൊപ്പി രണ്ടെണ്ണേ ആ, ഉള്ളൂ. അതാണ് അല്ല, ഒരുമിച്ച് 2 ഡയറക്ടർ ആകുമ്പോ ഒരു ക്യാമറമാൻ അല്ലേ ഉള്ളൂ, അപ്പൊ അവരുടേതായ ഒരു രണ്ട് അതെ, സെഷൻസ് അതെ. കേൾക്കണം. ഒരു ചെവി ഒരു ഡയറക്ടർ, മറ്റേ ചെവി മറ്റേ director. സീനായിരുന്നു അപ്പൊ ഓൾറെഡി. അല്ലല്ല, തമാശക്ക് പറഞ്ഞാണ്. തമാശക്ക് നല്ല വൈബായിരുന്നു. കുറച്ച് ഞങ്ങളൊക്കെ എന്താ പറയാ വർഷങ്ങളായിട്ടുള്ള കൂട്ടുകെട്ട് തന്നെ. വർഷങ്ങൾ പറഞ്ഞാൽ ഒരു 20 വർഷമായിട്ടുണ്ടാവും അതെ, അതെ, ഞാനും ഷാഫി ഈ സ്വപ്നം കണ്ട് നടക്കുന്നത്. കാരണം വെച്ചാൽ ഇതില് ഇപ്പൊ ഷാഫിന്റെ 2ാമത്തെ പടമാണെങ്കിലും ആദ്യ പടത്തിന് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഷാനുക്കാണെങ്കിലും ഞങ്ങൾ ഒരു 6-7 വർഷമായിട്ട് പരിചയമുള്ള, അതെ. അപ്പൊ അതുകൊണ്ടുള്ളൊരു ഫ്രീഡം ഉണ്ടായിരുന്നു. എടാ പോടാ പരിപാടി തന്നെയായിരുന്നു. മെറീനയ്ക്ക് ഈ ഒരു കൂട്ടത്തില് പരിചയമുള്ള എത്ര പേരുണ്ടായിരുന്നു ഓൾറെഡി? കുറച്ചധികം പേരുണ്ട്. ബിപിനുണ്ട്, പിന്നെ നാണു, ഇതിന്റെ കോസ്റ്റ്യൂമർ ആദിത്യ, പുള്ളിക്കാരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇന്ന് ഇവിടെ വന്നപ്പോഴാണ് മ്യൂസിക് ഡയറക്ടറായിട്ട് ഞാൻ 2 പടം ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ 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 അതെ. അത്രയും ആഴത്തില് എല്ലാവരും അറിഞ്ഞു വെക്കും. അതെ, നോട്ട് ചെയ്ത് വെക്കും. അപ്പം അത്യാവശ്യം ആളുകളെ പരിചയം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ എനിക്ക് ഈ സിനിമയിലേക്ക് എനിക്ക് ലീഡ് തന്നിരിക്കുന്നത് ശ്രീനാഥ് എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറാണ്, ശ്രീനാഥ് ശിവ. സത്യത്തിൽ ഇവർ എൻ്റെ അടുത്ത് ചോദിച്ചില്ല എന്ത് വിശ്വസിച്ചിട്ടാണെന്നുള്ളത്. കാരണം പുള്ളിയുടെ ഒരു വ്യക്തിത്വം ഒരു ഡിഫറെന്റ് ഇതാ. പുള്ളി പറഞ്ഞു വിടുന്ന അല്ലെങ്കിൽ പുള്ളി ഏൽപ്പിക്കുന്ന ആൾക്കാർ അത്ര അടിപൊളിയായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കണ്ട് സംസാരിച്ചതും ഇതിലേക്ക് എത്തിപ്പെട്ടതും. പിന്നെ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയാ പരിചയപ്പെടേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങോട്ട് വന്ന് ക്യാമ്പ് ഫീൽ ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് വന്ന് ഇതിൽ ഇൻവോൾവ്. സ്ട്രേഞ്ചേഴ്സിന്റെ ക്യാമ്പ് അത് അങ്ങനെ തന്നെ ഫിലിമിലും അതങ്ങനെ ഇതായി അല്ലേ. അഖിൽ ഷാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഫ്ലുവൻസർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് എല്ലാരും കയ്യിലെടുക്കുന്ന ആളാണ്. അതൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് വരുമ്പോ. അനാർക്കലി മറിക്കാരന അമ്മ ലാലി ചേച്ചി ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാടുണ്ട്. ഷായം ഈ പറഞ്ഞ പോലെ പിന്നെ ഇൻസ്റ്റയിലൊക്കെ ഇടയ്ക്ക് മെസ്സേജ് അയക്കും, വീഡിയോസിനൊക്കെ കൊളാബ് ചെയ്യും. അങ്ങനെയൊക്കെ ഒരു ഇൻഫ്ലുവൻസർ ജീവിതമായിട്ട് പോയി. അതിന്റെ ഇടയ്ക്ക് ബ്ലോഗിങ്ങും കാര്യങ്ങളൊക്കെ വരുമല്ലോ എന്തായാലും അല്ലേ. ചിൽ മൂഡായിരുന്നു. പിന്നെ അറിയാലോ ഹിൽ സ്റ്റേഷനാണ് അവിടെ. പിന്നെ ആ ഗ്ലാസ് ഞാൻ പൊട്ടിക്കുന്ന ഒരു അവളുടെ കയ്യിലിരുന്നിട്ടേ ചോദ്യങ്ങളിൽ പിരിമുറുക്കനുസരിച്ച് ഒടിക്കുന്നത് ഞാൻ കണ്ടു. എനിക്ക് ആകെ ഒരു ഗ്ലാസ്സേ ഉള്ളൂ. നിനക്ക് എനിക്ക് തന്നൂടെ? ഇല്ലില്ല, എനിക്കതൊരു വേറെ ആള് ഗിഫ്റ്റ് തന്നു. അങ്ങനെയാണല്ലോ എല്ലാരും പറയാ, കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട്. ഇവന്റെ അടവാണിത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കേട്ടത് ഒരു കാര്യം എന്ന് വെച്ചാൽ കാർത്തിക് സുബ്രാജിന്റെ ഡയറക്ടർ കാർത്തിക് സുബ്രാജിന്റെ ഫാദർ ഇതിനകത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അദ്ദേഹം കോയമ്പത്തൂർ പോർഷൻ ഉണ്ട്, കുറച്ച് തമിഴ്നാട് ഈ കുട്ടികൾ പഠിച്ചിരുന്ന ഏരിയ, അവിടെയാണ് മറീനൊക്കെ കൂടുതൽ ഇൻവോൾവ് ഉള്ളത്. അപ്പം അവിടെ ഒരു പോലീസ് ഓഫീസറായിട്ട് ഈ ഒരു കേസും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ അത് അന്വേഷിക്കാൻ വേണ്ടിട്ട് വരുന്നതായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ തമിഴ് ആർട്ടിസ്റ്റുകൾ കൂടെ ഉണ്ട് ഇതിന്റെ അകത്ത്. വിനീത് തട്ടിലുണ്ട്, വിനീത് തട്ടിൽ, അതെ അതെ. വിജിലേഷ്, വിജയകൃഷ്ണൻ, VK ഹൃദയത്തിലുള്ള VK, ശ്യാം ജീവൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അല്ല, ഞാൻ മെയിൻ ആയിട്ട് ഇങ്ങനെ ചോദിക്കുന്നത് അത്രയും നമ്മൾ ഭയങ്കരമായിട്ട് നോക്കിക്കാണുന്ന ഒരു ഡയറക്ടറാണല്ലോ കാർത്തിക് സുബ്രാജ്. ഫാദർ ഇതിൽ വന്ന് അഭിനയിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ, ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിയാം. അതെ, ആള് ഭയങ്കര പിന്നെ പറഞ്ഞ പോലെ മലയാള പടത്തിലേക്ക് വരാന്ന് പറയുമ്പോൾ നല്ല സന്തോഷത്തിലായിരുന്നു. പിന്നെ ഞാൻ ആൾറെഡി മലയാളം അപ്പുറത്തേക്ക് ഞാൻ അധികം പടങ്ങൾ പോലും കാണില്ല, എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ഷാനുക്ക കുറെ തമിഴ്നാടൊക്കെ ആയിട്ട് കണക്ഷൻ ഉള്ള. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഏരിയ ഡയലോഗ് പോലും തെറ്റിക്കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല, കംപ്ലീറ്റ് നിങ്ങളുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ട് പറഞ്ഞു. പക്ഷെ ആള് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അതിന്റെ ഡബിങ് പോലും ഇതേപോലെ കോയമ്പത്തൂർ, ചെന്നൈ പോയിട്ട് ഒറിജിനൽ തമിഴ് ആർട്ടിസ്റ്റിനെ കൊണ്ട് തന്നെ ചെയ്യിച്ചത്. അതെ, എന്തായാലും പ്രേക്ഷകർക്ക് ഒരു പടം കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു കളർ പാറ്റേൺ, മീൻസ് ഒരു തമിഴ്നാട്, അത് കഴിഞ്ഞ ക്യാമ്പ്, അത് കഴിഞ്ഞ ഒരു നൈറ്റിലേക്ക് പോണത്, മൊത്തത്തിലൊരു രസമായിട്ടുണ്ടാവും വിഷ്വലൈസിങ്. ഇപ്പം ഈ പറഞ്ഞല്ലോ ക്യാമ്പ്, സ്ട്രേഞ്ചേഴ്സിനെ വെച്ചിട്ടുള്ള ക്യാമ്പ്, പിന്നെ കുറെ സീൻസ് ഒക്കെ കണ്ടപ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഏത് സീൻ ഷൂട്ട് ചെയ്യാനായിരുന്നു? അത് ഓരോരുത്തർക്കും ഓരോ ഡിഫിക്കൽട്ടി ഉണ്ടാവും. ക്യാമറമാൻ അതിന്റെ റിസ്ക് പിന്നെ നൈറ്റ് വേർഷൻ വരുന്നുണ്ട്. അതില് പിന്നെ ഇതിലൊരു ഇന്റർവെല്ലിന് ശേഷം കംപ്ലീറ്റ് നൈറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അത് നമുക്ക് രാത്രി ഫോറസ്റ്റിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോറസ്റ്റിന്റെ അവൈലബിലിറ്റിന്റെ കുറവ്, ബഡ്ജറ്റിന്റെ പ്രശ്നം, എല്ലാം കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാന്നുള്ളൊരു പ്ലാനിൽ നിൽക്കുമ്പോഴാണ് ഡേ ഫോർ നൈറ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതും. അത് ടെക്നിക്കലി അതിൻ്റെതായ കുറച്ച് റിസ്ക് ഉണ്ടായിരുന്നു, അത് ചെയ്തു. പിന്നെ അത് ശശിധരനെ പോലത്തെ കുറച്ച് ഫൈറ്റ് പരിപാടിയൊക്കെ ചെയ്തത്, ഇതുവരെ പിടിക്കാത്ത കുറച്ച് പരിപാടികളൊക്കെ ശശിധരൻ കുറെ നാൾക്ക് ശേഷം ചെയ്ത ബെസ്റ്റ് ഫൈറ്റ് ആയിരിക്കും. അതെ, കാരണം വെച്ചാല് ഒരു കുറച്ച് ഏരിയ ഉണ്ട് അതാണ് അല്ലേ.
അത് കുറെ ഗ്യാപ്പിന് ശേഷമാണോ വന്നേക്കുന്നത്? അതെ, ശശിയേട്ടൻ അല്ല, ശശിയേട്ടൻ ഒരുപാട് ഇപ്പൊ കുറെ ആക്ഷൻ സീക്വൻസിൽ തന്നെ ഈ ആക്സിഡന്റുകൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇപ്പൊ ഈ അടുത്ത് കുറച്ച് ചെയ്തോണ്ടിരുന്നത് വെച്ചാൽ അതിൽ നിന്നൊരു ത്രൂ ഔട്ടൊരു ഫൈറ്റ് കുറെ നാൾക്ക് ശേഷം, അതായത് കുറെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഉള്ളതിൽ എനിക്ക് ബെസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്ത സാധനം നമ്മുടെ പടത്തിലുണ്ട്. മറീന പറയുന്നുണ്ട് അതെ അതെ ഫൈറ്റ് സീനിൽ ഇൻവോൾവ് ആയിട്ട്. അല്ല, ഞാൻ ഇങ്ങനെ കുറച്ച് ഡബ് ചെയ്യുമ്പോൾ ഫുട്ടേജസ് കണ്ടിരുന്നു. ഓ അതെ, അപ്പൊ എനിക്ക് തോന്നി അത്യാവശ്യം നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പടം കാണുമ്പോൾ മനസ്സിലായിക്കോളും ബാക്കി. അതെ, മറീനയുടെ ക്യാരക്ടറിനെ പറ്റി പറയാനാണെങ്കിൽ എൻ്റെ ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ ഇവരുടെ ക്യാമ്പും ഒക്കെ ആയിട്ട് ഒരു കണക്ഷൻ വരുന്ന ഒരു പ്ലോട്ട് ട്വിസ്റ്റ് ഉള്ള ഒരു ക്യാരക്ടർ എന്ന് പറയാം. പിന്നെ ഈ നായികമാർ, ബാക്കിയുള്ള 3 നായികമാരുടെ കൂടെ ഉള്ള ഒരാളാണ്. അവരുടെ കൂടെ ഒരുമിച്ച് താമസിക്കുന്ന, അവരുടെ ലൈഫ് സിറ്റുവേഷൻസിലൊക്കെ പോകുന്ന ഹിമ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ഇതുവരെ ഞാൻ ചെയ്യാത്തതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്തതിൽ. പറഞ്ഞിട്ട് എനിക്ക് അല്ല പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങള് കുറച്ച് ഇന്നലെ മുതൽ തുടങ്ങിയതാണല്ലോ. ഇപ്പൊ എല്ലാം തിരിയാൻ തുടങ്ങി, നാവ് കുഴയുന്നുണ്ട്, സീരിയസ്ലി കുഴയുന്നുണ്ട്, തിരിയാൻ തുടങ്ങി പറയുന്നത്. അപ്പം അതെ, ഇതുവരെ ചെയ്തതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. പിന്നെ ബിബിന്റെ കൂടെ ഉണ്ട്, സീൻസ് ഉണ്ട്, അതും ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പുതുമുഖങ്ങളായിട്ടുള്ള നായികമാരുണ്ടല്ലോ, അപ്പം ഏതെങ്കിലും ഒരു സീൻ അഭിനയിക്കുന്നതിനകത്ത് എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അവർക്കൊക്കെ അത്യാവശ്യം പണി അറിയുന്ന ആൾക്കാരായിട്ട് എനിക്ക് തോന്നി. നിന്റെ കാര്യം ചോദിച്ചത്? എന്റെ കാര്യം, എന്റെ കാര്യം ചോദിക്കണേ നിങ്ങളോട് ചോദിക്കണം. എത്ര വെള്ളം കുടിച്ചോട്ടെ? നീ എന്നെ പുതുമുഖ നായകൻ ഒന്നും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യോ? ഞാൻ വന്നിട്ട് 10 വർഷം. നീ 10 വർഷമായല്ലേ? ശരിയാട്ടോ, അമറക്ബറന്തോണി നീ നമ്മളെക്കാരൊക്കെ സീനിയറാ ആ കാര്യത്തില്. എന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അവർ ഭയങ്കര കംഫർട്ടബിൾ. അല്ല, ഇതിനകത്ത് ഞങ്ങൾക്കൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു. പറഞ്ഞ പോലെ നമ്മള് 4 നായികമാര് നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യുമ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം ഇവരുടെ ഇടയിലൊക്കെ, എല്ലാവരുടെ ഇടയിലും മനുഷ്യന്മാരുടെ ഇടയിലൊക്കെ ഈഗോ ഉണ്ടാവും. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഇടയിൽ ചിലപ്പോൾ പിന്നെ സീനിയോറിറ്റി ജൂനിയർ എന്നൊക്കെ ഉള്ള സംഗതി ആക്കെ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ മറീനൊക്കെ അതില് വളരെ നന്നായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാരണം സ്വാഭാവികമായിട്ടും കുറച്ച് പ്രഷേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം അവരെ റീടേക്ക് പോകുന്നതുകൊണ്ട് ഇവർക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും അവരൊന്നും ചെയ്തിട്ടില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ മറീന ഭയങ്കര ഹൈ പ്രൊഫഷണൽ ആണ്. അതെ 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 അതെ, ഹൈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ്, നല്ല ആർട്ടിസ്റ്റ് ആണ്. കാരണം 4 പേര് ഒരുമിച്ച് അഭിനയിക്കുകയാണ്. അപ്പം ഒരാൾക്ക് റീടേക്ക് പോയാൽ വീണ്ടും ഇവരും കൂടെ ചെയ്യണമല്ലോ. അപ്പം അതിലൊന്നും ഒരു ബുദ്ധിമുട്ട് വന്നില്ല. എന്തായാലും ഇതുവരെ എത്തിച്ച്. അതെ, അപ്പം ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് എല്ലാരും കൂടെ ക്യാമ്പ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക്, അതായത് ക്യാമ്പിന് വേണ്ടിയിട്ട് ഒത്തുകൂടിയ അതിന്റെ ഇടയ്ക്ക് ഫിലിം ഷൂട്ട് ചെയ്ത ഒരു ഫീൽ എന്ന് പറയുമ്പോൾ എന്തായാലും അതിന്റെ ഔട്ട്യും അത്രത്തോളം സൂപ്പർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ പറയുന്ന പോലെ 8ഓളം പാട്ടുകളുണ്ടെന്ന് പറഞ്ഞു. അതിലിപ്പം ചേട്ടൻ ഒരു പാട്ട് മാത്രമാണോ പാടിയത്? ഒരു പാട്ട് പാടി. അതെ, അതില് ബാക്കി 8 പാട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം അതായത് സ്റ്റോറി കണക്ട് ചെയ്തിട്ട്. അതെ അതെ, അതാ ഞാൻ പറയാം, മ്യൂസിക്കൽ ജേർണിയാണ്. ഒരു ബീജം പോലെയാണ് 8 പാട്ട് എന്ന് പറഞ്ഞാൽ 8 പാട്ട് ഇങ്ങനെ പച്ചക്ക് വരുന്നല്ല. അത് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ പോവില്ലേ, നമ്മള് ഇപ്പൊ ഏതാണ് തട്ടത്തിമറയത്തിലൊക്കെ ഇങ്ങനെ ഒഴുകി അതിന്റെ ഒപ്പം പോകുന്നു പറയില്ലേ, അതേപോലത്തെ ബോറടില്ലാതെ ആണ് പോയി പോകും. ഓക്കെ, അങ്ങനെ. അപ്പം മറീന ഇതിനകത്ത് ഏതൊക്കെ സോങ് ചെയ്തിട്ടുള്ളത്? എത്ര സോങ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും? ഞാനിതിൽ ഒരു സോങ്. അതെ, അത് നമുക്ക് എപ്പോ കാണാൻ പറ്റും? അത് എപ്പോഴായിരിക്കും? സിനിമ കണ്ടിട്ടേ പറ്റുള്ളൂ. ഒരു റാപ്പ് സോങ്ങിന്റെ ഇച്ചിരി ഭാഗമായി തോന്നുന്നല്ലേ? 2 സോങ്ങിലുണ്ട്, ഒരു മിന്നായം പോലെ. അപ്പൊ 2 സോങ്. അതെ, അപ്പം ഈ പറയുന്ന പോലെ പാട്ടിന്റെ ഒരു കൂടല്, പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു കൂടല്, ഡയറക്ടേഴ്സ് 2 പേര് കൂടി ചേർന്നിട്ടൊരു കൂടല്. അതെ, നമ്മുടെ ഒരു കൂടല്. ഇനി ഞങ്ങൾക്ക് വേണ്ടത് തിയേറ്ററിലൊരു കൂടലാണ്. അതെന്തായാലും കൂടൂലോ. ഇതെന്താണ് സംഭവം എന്നറിയാം. പ്രത്യേകിച്ച് ബിബിൻ ചേട്ടന്റെ കോസ്റ്റ്യൂം ഒക്കെ കണ്ടിട്ട് ഇത് കൊള്ളാലോ, എന്തായത് എന്നുള്ളൊരു കാര്യം വന്നിട്ടുണ്ട്. ബിബിൻ ചേട്ടനെ നമ്മൾ ആ ഒരു കോസ്റ്റ്യൂമിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ആ ഒരു വെറൈറ്റി ക്യാരക്ടറാന്നുള്ള കാര്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ബിബിൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ ആകെ മറ്റേ ദുൽഖറിന്റെ ഫിലിമിൽ മാത്രമേ ഒരു വില്ലനായിട്ടൊക്കെ കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാത്തിലും നമുക്ക് ഇങ്ങനെ ചില്ല് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ്. അപ്പം ഇത് അതിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണ് എന്നൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് കൂടുതല്. അപ്പം അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ മറീന ആണെങ്കിലും പറയുന്നുണ്ട് ബാക്കിയുള്ള ഹീറോയിൻസ് വെച്ചിട്ട് സീനിയോറിറ്റി ഉള്ള ഒരാളാണ്. അത്രയും ഈ പറയുന്ന ടേക്കൊക്കെ പോയിട്ടാണെങ്കിലും ഓക്കെ ആയിട്ടൊക്കെ ഇരുന്നു. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ലി വൈബിൽ അങ്ങ് പോയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു അല്ലേ, ഫിലിമിന്റെ ഷൂട്ടിങ്ങും ഒക്കെ?
അപ്പം അതിൻ്റെ ഔട്ട് അത്രത്തോളം സൂപ്പർ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അപ്പം ഞങ്ങളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കൂടുതൽ എന്ന ഫിലിമിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാനും ഉണ്ടാവും കേട്ടോ അവിടെ വെച്ച് കാണുമ്പോൾ. ക്യാമ്പിനാണോ പടത്തിനാണോ? ക്യാമ്പിന് വരണമെന്നുണ്ട്, പടത്തിന് നിങ്ങൾ റെക്കമെൻഡ് ചെയ്താൽ ഞാൻ എന്തായാലും വരും. ഇതേ പുള്ളിക്കാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. കേറിക്കോ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ശ്രദ്ധിച്ചതാണ് ചേട്ടന്റെ സർനെയിം ഷർട്ടിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്തിട്ടുണ്ടല്ലോ. മാർക്കറ്റിംഗ് ആക്ച്വലി നേരത്തെ നമ്പറും ആധാർ കാർഡ് നമ്പറൊക്കെ വെച്ചത് ഞങ്ങൾ മാറ്റിയത് വരെ ഇതെല്ലാം സ്നേഹം പരത്താനും പ്രകടിപ്പിക്കാനുമുള്ള മാർഗമായിട്ടാണ് പുള്ളി കണക്കാക്കുന്നത്. അല്ല അത് നമുക്കൊരു സ്ക്രീൻ നെയിം ഉണ്ടെങ്കിൽ അത് എല്ലാരും അത് ഏറ്റെടുത്തു, അല്ലെങ്കിൽ അവരെല്ലാരും എന്നെ എന്താ വിളിക്കാറ് പപ്പാന്ന്. അപ്പൊ നമ്മൾ സക്സസ് ആയില്ല. അതെ, പപ്പ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ എല്ലാവരും പേര് വെച്ചിട്ടുണ്ട്. എന്റെയൊക്കെ നേരത്തെ ബിബിൻ ജോർജ് കാക്കനാട്. അല്ല അതാ പറഞ്ഞത്, നമ്മൾ ഇട്ട ഒരു സംഭവം അത് എന്നുള്ളതാണ്. പ്രൊമോട്ട് ചെയ്യേണ്ട, അങ്ങനെ നമുക്ക് അതിനൊരു ബഹുമാനവും എല്ലാം വന്നിട്ടുണ്ട് ആ പേരില്. പ്രായത്തിലുപരി അങ്ങനെ എന്നതില് വലിയ ആളുകള്. അല്ല, നിങ്ങളുടെ ഒരു ക്വാളിറ്റി ഞാൻ പറയാം, നിങ്ങൾ നന്നായിട്ട് നിങ്ങളെ മാർക്കറ്റ് ചെയ്യുന്നു. അത് ഇന്നത്തെ കാലത്ത് വൻ പരിപാടിയാണ്, നമുക്കൊക്കെ അറിയാത്തൊരു പരിപാടിയാണ്. തീർച്ചയായിട്ടും സെൽഫ് മാർക്കറ്റിംഗ് എന്നുള്ള സാധനമേ ഭയങ്കര വേണം. ഞാനൊക്കെ ഇൻസ്റ്റ ഇപ്പോഴാണ് നോക്കി തുടങ്ങിയത്. എനിക്കൊക്കെ ഫോളോവേഴ്സ് ഒക്കെ ഭയങ്കര കുറവാണ്, ഇപ്പോഴും കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അല്ല അത് രവിചേട്ടൻ നേരത്തെ പറഞ്ഞു, നേരത്തെ ഫോട്ടോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് എയർ ഡ്രോപ്പ് ചെയ്യാന്ന്. അത് ഞാൻ ചോദിച്ചു, ഞാൻ പറഞ്ഞുതരാം, ബീബിന്റെ മുന്നിൽ എനിക്കൊന്ന് പിടിച്ച് അല്ല ഐഫോൺ ഫോട്ടോ അയക്കാൻ പറഞ്ഞു അർത്ഥത്തിൽ. അത് ഇന്ന പോലെ. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ ചിത്രത്തിന്റെ റിലീസ് ദിവസം നമുക്ക് തിയേറ്ററിൽ വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു ഭയങ്കര കൂടുതലുണ്ടാവട്ടെ, കൂടുതൽ ഫിലിം കാണുന്നതിന് വേണ്ടിയിട്ടൊന്ന് ഞാൻ പറയാണ്, ആശംസിക്കാനൊന്നും പറയാൻ പറ്റില്ല, പറയുകയാണ്. അപ്പൊ താങ്ക് യു. സോ മച്ച്.